പന്തളം നഗരസഭയിൽ മങ്ങാരത്ത് മങ്ങാരം NSS കരയോഗം 80 വർഷങ്ങൾക്ക് മുൻപ് സൗജന്യമായി നൽകിയ സ്ഥലവും കെട്ടിടവും ഉപയോഗിച്ച് പ്രവർത്തനമാരംഭിച്ച മങ്ങാരം ഗവൺമെൻറ് UP സ്കൂളിൽ പുതുക്കി പണിഞ്ഞ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ പ്രസംഗിച്ചതിൻ്റെ പൂർണ്ണരൂപം. ഈ മങ്ങാരം ഗവൺമെൻറ് UP സ്കൂൾ അതിനൊരു സൗഭാഗ്യം കൈവന്ന സന്ദർഭത്തിൽ ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ആ ചടങ്ങിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ എനിക്കുമേറെ ചാരിതാർത്ഥ്യമുണ്ട്. 84-85 കൊല്ലക്കാലത്തെ പഴക്കവും പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു വിദ്യാലയമാണ്. ഇതുപോലുള്ള ധാരാളം വിദ്യാലയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും. 50 കൊല്ലവും 60 കൊല്ലവും 75-ഉം 85-ഉം 100-ഉം 125 കൊല്ലവും പഴക്കമുള്ള സ്കൂളുകളൊക്കെയുണ്ട്. അപ്പം അതൊക്കെ ഒരു നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്. ഒരു പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടതാണ്. കാരണം ഇവിടെ 84 കൊല്ലം പഠിച്ചിറങ്ങിയവർ, വ്യത്യസ്ത തലമുറകൾ ഇന്ന് ഈ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്ത് ജീവിക്കുകയാണ്. ഇപ്പം അവരുടെ മക്കളും പേരമക്കളും ഒക്കെ ഇവിടെ പഠിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ തലമുറകൾക്ക് പ്രിയപ്പെട്ടതാണ് ഇത്തരം വിദ്യാലയങ്ങൾ. അപ്പം ആ വിദ്യാലയത്തിൽ ഒരു വിശേഷമുണ്ടാവുക, അവിടെ ഒരു പുതിയ കെട്ടിടം പണി പൂർത്തിയായി സ്കൂളിൽ കുട്ടികൾ, അത് നാടിനാകെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കുമേറെ ആഹ്ലാദവും ചാരിതാർത്ഥ്യവുമുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം നമ്മളെല്ലാവരും ഉത്സാഹിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് പോരായ്മകളുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ കെട്ടിടം വന്നതോടുകൂടി പുതിയ 4 ക്ലാസ് റൂമുകൾ, മറ്റ് ചില സൗകര്യങ്ങളും ലഭിക്കുകയില്ല. എന്നാലും പൂർണ്ണമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഇവിടെ സ്വാഗതം പറയുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരും HM ഒക്കെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, നിവേദനവും നൽകിയിട്ടുണ്ട്. പഴയ കെട്ടിടങ്ങളുണ്ട്, അതൊക്കെ മാറ്റണം. ഓരോ കാലത്ത് ഓരോ പദ്ധതികളിലൂടെ നമുക്കിതെല്ലാം മാറ്റാം. എല്ലാ സ്കൂളുകളിലും അങ്ങനെയാണ്. ഏതായിരുന്നാലും നിങ്ങൾ തന്ന ആവശ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ പരിഹരിക്കാവുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാം. നിങ്ങളുടെ MLA-യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടിയാലോചിച്ച് ഓരോ നിയോജക മണ്ഡലങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ടും മറ്റ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാം. വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. അത് തിരിച്ചറിഞ്ഞ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ പൂർവികന്മാർ ആ നിലയിലാണ് പ്രവർത്തിച്ചത്. കേരളം ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന, അന്തർദേശീയ രംഗത്ത് പോലും നമുക്ക് വലിയ അംഗീകാരമുള്ള ഒരു മേഖല വിദ്യാഭ്യാസമാണ്. കേരളത്തിലുള്ളതുപോലെ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം മറ്റെവിടെയും നമുക്ക് ഇതുപോലെ കാണാൻ കഴിയുകയില്ല. ആ വിദ്യാഭ്യാസത്തെ അതാത് കാലഘട്ടത്തിൽ വന്ന ഭരണകർത്താക്കൾ, മാറി മാറി വന്ന സർക്കാരുകൾ പുതിയ പദ്ധതികളും പരിഷ്കാരങ്ങളും കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പുതിയ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റും 100 ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ചു. ആ 100 ദിന കർമ്മ പരിപാടിയിൽ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ നിരവധി പദ്ധതികളുണ്ട്. അപ്പോൾ നമുക്കറിയാം, കാലത്തിനനുസൃതമായ വിദ്യാഭ്യാസം വേണം. ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ
ഉദ്ഘാടനം ചെയ്ത തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ് എറൈസ്. നമ്മുടെ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് ഹൈസ്കൂളുകളിൽ, അതുപോലെ തന്നെ ഡിജിറ്റൽ സ്ക്വയർ എന്നൊരു പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് LP UP സ്കൂളുകളിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മളെ കുട്ടികളെ പരിചയപ്പെടുത്തുക. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ്. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് വളർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപരിപഠനത്തിനും ജോലിക്കുമൊക്കെ പോകുന്നവരാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായി മത്സരിക്കാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരാവണം, ശക്തരാവണം. അപ്പോൾ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ടുവരണം. അതിനാണ് ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ മേഖലയിലും നമ്മുടെ കുട്ടികൾ സജീവമാകണം. അവർക്ക് നല്ല ഡിജിറ്റൽ നോളജ് ഉണ്ടാവണം, കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടാവണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുതിയ സംഗതികൾ വരുമ്പോൾ അതും അറിയാതെ പോകരുത്. ഇപ്പം നമ്മുടെ സിലബസിൻ്റെ ഭാഗമല്ല, എന്നാൽ അത് കൃത്യമായി സിലബസിൻ്റെ ഭാഗമാക്കാനുള്ള പരിശ്രമങ്ങളും വൈകാതെ ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളും മഴക്കെടുതികളിലാണ്. പക്ഷേ ഇവിടെ ഒരു തവണ മാറ്റിവെച്ചൊരു പരിപാടി ആയതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഈ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാം എന്ന് ഞങ്ങളെല്ലാവരും കൂടി തീർച്ചപ്പെടുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പ്രഥമമായ പരിഗണന നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. ആ പൊതുവിദ്യാലയങ്ങൾക്ക് കെട്ടിടങ്ങളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാല ഗവൺമെൻറ്റുകളൊക്കെ ചെയ്തു വന്നതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ആ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വിദ്യാഭ്യാസ വകുപ്പിൻ്റേതായി ഉണ്ടാകും എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം കിട്ടി. അത് ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ, പുരോഗതിയിൽ ഒരു നാഴികക്കല്ല. പരിസരത്തുള്ള ചില സ്കൂളുകളുടെയും ചില പ്രശ്നങ്ങൾ ഇവിടെ നിവേദനമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇടപെടാനും വരുന്ന ഈ ഒരു കാലഘട്ടം അത്തരം പ്രശ്നങ്ങൾക്ക് പരമാവധി പരിഹാരമുണ്ടാക്കാനുമുള്ള ശ്രമമുണ്ടാകും എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഈ സമയത്ത് എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഈ മങ്ങാരം ഗവൺമെൻറ് UP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ, സന്തോഷത്തോടെ ഞാനിവിടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ വരുന്ന വീഡിയോകൾ പൂർണ്ണമായി കണ്ടതിന് ശേഷം ഇത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ചാനൽ എത്തിക്കുന്നതിനായി ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക.